ഹലോ, നമ്മളെ പാർട്ട് 2 ആണ് കേട്ടോ ഇത്. അപ്പം ആക്ച്വലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ പിന്നെ എല്ലാം റെഡി ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല കേട്ടോ. പിന്നെ കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് ഗൾഫിലാണല്ലോ, പിന്നെ അപ്പോൾ എന്താ ഹിജാബ്സൊക്കെ ഇറക്കാൻ ക്യാഷ് ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിക്ക്. ഒരിക്കലും ഞാൻ ഹസ്ബൻഡിൻ്റെ ക്യാഷ് കൊണ്ടല്ല ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, അതിൽ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ. കാരണം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർ, ചെറിയൊരു എമൗണ്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഹിജാബ്സ് ഹോൾസെയിലായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എവിടേക്കാണോ എത്തിക്കേണ്ട അഡ്രസ്സ് എന്നാൽ അവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ DM കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. എവിടേക്കും, കേരളത്തിൽ എവിടേക്കും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊരു കാര്യമാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ എല്ലാം റെഡി ആയിട്ട് നമുക്ക് ചെയ്യാം എന്നൊരു മൈൻഡാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് എന്താണോ തോന്നുന്നത് അതപ്പം ചെയ്യുക. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട്